السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شر ذي شر يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون للذين لم يلحقوا بهم. صدق الله مولانا العلي العظيم. إني نزيلك والنزيل لديك يا خير الأنام بكل خير يعتدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي. تأوب همي فالفؤاد كئيب وعراق عيني فالرقاد غريب مما ألم بآل النبي تذوب له السم الصلاب وتشيب. وعلى أمة سيدنا مولانا محمد اللهم صل وسلم وبارك عليه. അഭിവന്ദരായ സയ്യിദ് അവറുകളെ, ഈ മുബാറക്കായ മജ്ലിസിൽ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടും അഹ്ലു ബൈത്തിനോടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള മഹബ്ബത്ത് മുൻനിർത്തിക്കൊണ്ടും നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ പർദീസയിൽ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അവിടുത്തെ കുടുംബത്തോടുകൂടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന സിബത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ റളിയല്ലാഹു അൻഹു അതുപോലെ അവരോടുകൂടെ കർബലയിൽ വെച്ച് ഷഹീദായ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് ഉൾപ്പെടെയുള്ള മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പടച്ചവനെ, ഈ മജ്ലിസിൽ കോരിച്ചൊരിയുന്ന മഴയെ കാലാവസ്ഥയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വന്നു ചേർന്നവരാണ്. വെറും കൈയോടുകൂടെ ഒരാളെയും നീ മടക്കരുതേ റഹ്മാനെ. ഈ മജ്ലിസിനെ നീ ഇജാബത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരവ് നൽകിയ 4 മാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് വിശുദ്ധമായ മുഹറം. ഈ മാസത്തിന്റെ മഹത്വം പറയാൻ വിശുദ്ധ ഖുർആനിനെയും തിരുഹദീസിനെയും അതുപോലെ തന്നെ പരിശുദ്ധരായ ദീനിന്റെ ശിആറുകളായ മഹാന്മാരുടെയും ഒരുപാട് സമയം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ.
കഴിഞ്ഞ നമ്മുടെ മജ്ലിസിൽ വിശുദ്ധമായ മുഹറമിനെ കുറിച്ച്, ഈ മുഹറമിലെ 10 ദിനങ്ങളെ കുറിച്ച്, ഏറ്റവും പ്രധാനമായി ആശുറാ ദിനത്തെ കുറിച്ച്, അന്ന് ലോകത്തെ സത്യവിശ്വാസികൾക്ക് ലഭ്യമായ റബ്ബിന്റെ ഫുതുഹാത്തിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ ചർച്ച നടന്ന, അതൊക്കെ മനസ്സിലാക്കിയ ഒരു മജ്ലിസാണ് നമ്മുടേത്. എത്ര പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത, തീർന്നു പോവാത്ത മഹത്വത്തിന്റെ ദിനരാത്രങ്ങളാണ് വിശുദ്ധമായ മുഹറം. പ്രിയപ്പെട്ടവരെ, അക്കൂട്ടത്തിൽ എല്ലാം നാം അറിയാറുണ്ട്, കേൾക്കാറുണ്ട്. മുഹറമിന്റെ മഹത്വം കേൾക്കാറുണ്ട്. മുൻഗാമികളായ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള ആളുകൾക്ക് മുഹറമിൽ ലഭ്യമായ മഹത്വങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. യൗമുൻ മിൻ അയ്യാമില്ലാ ശഹ്റുൻ മിൻ ശഹ്രില്ലാ എന്ന് പറഞ്ഞ മുഹറമിൽ അല്ലാഹുവിന്റെ മാസങ്ങളിൽപ്പെട്ട മാസമാണ് മുഹറം. റബ്ബിലേക്ക് ചേർത്തി പറയപ്പെട്ട മാസമായ മുഹറമിൽ ആശുറാ ദിനത്തിന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് യൗമുൻ മിൻ അയ്യാമില്ലാ, അത് അല്ലാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ്. അഥവാ റബ്ബിന്റെ ഒരുപാട് സഹായങ്ങൾ ലോകത്ത് ലഭ്യമായ, മുൻഗാമികൾക്ക് ലഭ്യമായ ദിവസമാണ്. അത് നിങ്ങളും ഉപയോഗപ്പെടുത്തണമെന്ന സന്ദേശമാണ്. അതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ പലപ്പോഴും അറിയാത്ത, അല്ലെങ്കിൽ കേൾക്കൽ വളരെ കുറവായി പോയൊരു സംഭവമുണ്ട് വിശുദ്ധമായ മുഹറമില്. ആ മുഹറമിന്റെ 10ാമത് ദിവസം, ആശുറാഇന്റെ ദിവസം, അതെന്തെന്നല്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ടവർ സിൽസില ചൊല്ലിയപ്പോൾ നമ്മൾ കേട്ടില്ലേ, ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ട്. പെൺമക്കളിലാണ്, അവിടുത്തെ പെൺമക്കളിലാണ് പേരമക്കളുള്ളത്. ആ പേരമക്കളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും അവിടെ ഏറ്റവും ആ മക്കളിൽ ഇഷ്ടപ്പെട്ടിരുന്ന 2 മക്കളുണ്ട്. അത് ഒന്ന് ഹസനാണ്, ഒന്ന് ഹുസൈനാണ് റളിയല്ലാഹു അൻഹുമാ. അവരുടെ പിതാമഹനായിട്ടാണ് റസൂലുള്ളാഹിനെ അറിയപ്പെടുന്നത്. റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ നാമങ്ങളിൽ അത് നമുക്ക് കേൾക്കാൻ കഴിയും. ആ 2 മക്കളും അഹ്ലി ബൈത്തിന്റെ കാരണവന്മാരാണ്. ഇവിടെ കിടക്കുന്ന മഹാൻ ഉൾപ്പെടെ, മഹാനായ അഹ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് യമനി പാരമ്പര്യമുള്ളതും അല്ലാത്തതുമായ 44ഓളം അഹ്ലി ബൈത്തിന്റെ പരമ്പരയുണ്ട്. ലോകത്ത് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അത് പരന്നു കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ വല്ലിപ്പമാരാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ റളിയല്ലാഹു അൻഹു ഷഹീദായതാണ് പ്രിയപ്പെട്ടവരെ. ഹുസൈൻ തങ്ങളും ഷഹാദത്ത് വരിച്ചവരാണ്. ആ ഹുസൈൻ തങ്ങളുടെ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. ആ ഹുസൈൻ തങ്ങളുടെ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമാണ്, ആ അരുങ്കൊലക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് മുഹറം 10. അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തി വെക്കേണ്ടതുണ്ട്. ഈ മാസത്തിന്റെ ഓർമ്മയായി ആത്മാഭിമാനത്തോടുകൂടെ ഷഹാദത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് നടന്നുപോയ ആ മഹാദരന്മാരുടെ മഹത്തരമായ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരേണ്ടതുണ്ട്. അതേ ഹിജ്റയുടെ 61ാമത് വർഷം മുഹറം 10 ആശുറാ ദിനമാണ്. മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിന് നേതൃത്വം നൽകുന്ന കാലഘട്ടം. അവിടെ അഹ്ലി ബൈത്തിനെ വല്ലാതെ ആദരിച്ചിരുന്നു. മഹാന്മാരായ സഹാബത്തിനെയും താബിഈങ്ങളെയും ഒക്കെ ആദരിച്ചിരുന്നു. ഏത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഈ മഹാന്മാരോട് മുശാവറ നടത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കാറുള്ളത്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം തന്റെ മകനായ യസീദ്, ദുസ്വഭാവങ്ങളുടെ ഉടമയായ യസീദ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന് ഒരു വിലയും നിലയും കൽപ്പിക്കാത്ത യസീദ് ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ ആ യസീദിനെ ഖലീഫയായി അംഗീകരിക്കാൻ സത്യസന്ധതയുള്ള ഒരാൾക്കും കഴിയില്ലല്ലോ.
മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായില്ല. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും സത്യത്തോടും നീതിയോടും ചേർന്ന് നിൽക്കാനാണ് എന്റെ പിതാമഹൻ എന്നെ പഠിപ്പിച്ചത്, എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത്, എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്. താൻ അവിടെ നിൽക്കൂ എന്ന തീരുമാനത്തിലായിരുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇത് യസീദിനെ അലോസരപ്പെടുത്തി. എന്തുകൊണ്ട്? അന്നും എന്നും ഇന്നും പ്രിയപ്പെട്ടവരെ, അഹ്ലുൽ ബൈത്തിനോടാണ് സത്യവിശ്വാസികൾ ചേർന്ന് നിൽക്കാറുള്ളത്. ഓരോ നാട്ടിലും പ്രവാചക കുടുംബമുണ്ടെങ്കിൽ ആ നാടിന്റെ അഭയകേന്ദ്രമായിട്ടാണ് അവരെ സത്യവിശ്വാസികൾ എന്നല്ല സർവജാതി മനുഷ്യരും കാണുന്നത്. ഇന്നും അന്നും അങ്ങനെ തന്നെയാണല്ലോ. അതേ നിലക്ക് ആളുകളുടെ മാനസികമായ മുൻതൂക്കം ഹുസൈൻ തങ്ങൾ കൊണ്ടുപോകുമോ എന്ന് യസീദ് ഭയപ്പെടുകയാണ്. ആ നിലക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായി. പക്ഷേ ആ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടില്ല. ബഹുമാനപ്പെട്ടവരുള്ളത് മദീനയിലാണ്. പുന്നാല റസൂലുള്ളാഹി തങ്ങളാകുന്ന തന്റെ പിതാമഹൻ അധിവസിക്കുന്ന മണ്ണിലാണ്, കിടന്നുറങ്ങുന്ന മണ്ണിലാണ്. അവിടുത്തെ ഗവർണർ നിർബന്ധിച്ചു, നിങ്ങൾ യസീദിനെ ബൈഅത്ത് ചെയ്യണം. പക്ഷെ അവിടുന്ന് അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, മദീനയിൽ നിന്ന് മക്കയിലേക്ക് പലായനം ചെയ്യുകയാണ്. അന്ന് മദീന ഒരു നാടാണ്, മക്ക ഒരു നാടാണ്. അതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ വ്യത്യസ്ത നാടുകളാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആ മക്കയിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളും കുടുംബവും കഴിയുമ്പോഴാണ് അതേ കൂഫയിൽ നിന്ന് ആയിരക്കണക്കിന് കത്തുകൾ വരികയാണ്. എന്താണ് കത്തിലുള്ളത്? ഹുസൈൻ തങ്ങളെ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കണം. ഒരിക്കലും യസീദിനെ അംഗീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾക്ക് കൂറും ഇഷ്ടവും ഉള്ളത് അങ്ങയോടാണ്. അങ്ങയുടെ ഇമാമത്ത്, ഖിലാഫത്ത്, നേതൃത്വം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഹുസൈൻ തങ്ങൾക്ക് നിരന്തരം കത്താണ്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഞങ്ങൾ ചേർന്ന് നിൽക്കും, അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്നവർ ഓർമ്മപ്പെടുത്തുകയാണ് നിരന്തരം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി തന്റെ പിതൃപുത്രനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലെ കൂഫയിലേക്ക് അയക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ മുസ്ലിം ഇബ്നു അഖീൽ തങ്ങൾ ചെന്നപ്പോൾ ആദ്യമൊക്കെ ആളുകൾ പിന്തുണ അറിയിച്ചു. അത് കണ്ട യസീദ് എന്താ ചെയ്തത്? ക്രൂരനായ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ ഗവർണറായി, കൂഫയിലെ ഗവർണറായി നിശ്ചയിക്കുകയാണ്. ആളുകളോട് പരുഷമായ പെരുമാറ്റമാണ്. ആദ്യമൊക്കെ മുസ്ലിം തങ്ങളോട് ചേർന്ന് നിന്നിരുന്ന ഇബ്നു അഖീൽ തങ്ങളോട് ചേർന്ന് നിന്നിരുന്നവർ മെല്ലെ മെല്ലെ പിന്മാറാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ മെസ്സേജ്, ഇവരൊക്കെ നമ്മളെ കൂടെ നിൽക്കാൻ തയ്യാറാണ് എന്ന മുസ്ലിം തങ്ങളുടെ ആ അറിവാണ്. ഇന്നത്തെ പോലെ വാർത്താ മാധ്യമങ്ങളൊന്നും സംവിധാനങ്ങളൊന്നും ലോകത്തില്ലാത്ത കാലഘട്ടമല്ലേ. അതേ ബഹുമാനപ്പെട്ടവര് ആ മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പുറപ്പെടുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ പോലെയുള്ളവരൊക്കെ പറഞ്ഞു, അല്ലയോ ഹുസൈൻ തങ്ങളെ, നിങ്ങൾ ഒരിക്കലും കൂഫയിലേക്ക് പോവരുത്. ആ മണ്ണ് നിങ്ങളെ ഉപ്പാനെ ചതിച്ച മണ്ണാണ്. അവര് നിങ്ങളെയും ചതിക്കും, അതുകൊണ്ട് നിങ്ങൾ പോവരുത്. സഹാബത്ത് പറഞ്ഞു നോക്കി, താബിഈങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷെ തന്റെ പൊന്നുപ്പ ഉപ്പൂപ്പ നിർവഹിച്ച യഥാർത്ഥമായ ഹക്ക് ലോകത്ത് അത് നിലനിൽക്കണമെന്ന ദൗത്യം മഹാനായ ഹുസൈൻ തങ്ങൾ ഏറ്റെടുത്തിട്ട് അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ട് അവര് പോകുകയാണ്. ആ ഇടക്ക് അതിക്രൂരമായിട്ട് യസീദിന്റെ ഇബ്നു സിയാദിന്റെ പട്ടാളം മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയാണ്. ഈ വിവരമൊന്നും ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ അറിയുന്നില്ല. അതേ ആ 73 അംഗ സംഘം കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, സ്ത്രീകളുണ്ട്, അനുയായികളുണ്ട്. അവരിങ്ങനെ കൂഫ ലക്ഷ്യമാക്കി പോകുകയാണ്. ആ യാത്രയിൽ കർബല എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. അവരുടെ യാത്ര ഉടനെ തന്നെ സ്വമേധയാ അദ്ദേഹത്തിന്റെ വാഹനം നിന്നു പോകുകയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഏതാണ് ഈ മണ്ണ്? ഇത് കർബലയാണ്. കർബും ബലാവുമാണ്, ദുഃഖവും വിഷമവുമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കർബി വൽ ബലാ. പടച്ചവനെ, ബലായിനെ തൊട്ടും ദുഃഖത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് ബഹുമാനപ്പെട്ടവര് ഉടനെ തന്നെ ദുആ ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അതേ കർബലയിൽ വെച്ചിട്ട് ഇബ്നു സിയാദിന്റെ പട്ടാളം ഉമർ ഇബ്നു സഅദിന്റെ നേതൃത്വത്തിൽ മഹാനായ ഹുസൈൻ തങ്ങളെ വളയുകയാണ്.
പ്രിയപ്പെട്ടവരെ, അധികാരമോഹങ്ങളും അധികാരത്തിന്റെ മുൻപിൽ അടിമത്തം പേറിയ ആളുകളും ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നലകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്കും ഇമാമുമാർക്കും അഹ്ലു ബൈത്തിനും വരുത്തിവെച്ച മാനഹാനിയും ശാരീരികമായ വിഷമങ്ങളും ഒരുപാടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. മറുഭാഗത്തുള്ളത് അമുസ്ലിമീങ്ങളല്ല, അവര് മുസ്ലിമീങ്ങളാണ്. പക്ഷെ പുന്നാര റസൂലുള്ളാഹിന്റെ നെഞ്ചത്ത് കളിച്ച് വളർന്ന ആ പുന്നാര മക്കളുടെ മഹത്വം അറിയാത്തവരാണ്, അഹ്ലു ബൈത്തിന്റെ മഹത്വം അറിയാത്തവരാണ്. അതേ തടഞ്ഞു. ഹുസൈൻ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു മദീനയിലേക്ക് പോയിക്കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശല്യമില്ലാതെ ഏതെങ്കിലും മലഞ്ചെരുവിൽ പോയി താമസിച്ചു കൊള്ളാം, അല്ലെങ്കിൽ യസീദുമായി സംസാരിക്കാൻ ഞങ്ങൾക്കൊരവസരം ഉണ്ടാക്കണം. പക്ഷേ ഇബ്നു സിയാദിന്റെ നിർദ്ദേശപ്രകാരം പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു സഅദ് എന്ന പടനായകൻ ഒരിക്കലും ഒന്നിനും സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, നിരുപാധികം കീഴടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് നിരസിച്ചപ്പോൾ ആ പ്രവാചക കുടുംബത്തിന് ഉപരോധം ഏർപ്പെടുത്തി. ശക്തമായ ചൂടുള്ള ദിവസമാണ്, വെള്ളം നിഷേധിക്കുകയാണ്. കുഞ്ഞുമക്കളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ഭക്ഷണമില്ല, വെള്ളമില്ല, വളരെ പ്രയാസത്തിൽ ആ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അങ്ങനെ മുഹറം 10 രാത്രിയായപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, നാളെ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ രാവ് പുലർന്നു കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. അദ്ദേഹം തന്റെ അനുയായികളെയും കുടുംബക്കാരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഹാദൽ ലൈലു ഖദ് ഖശിയക്കും, ഇതാ ഈ രാത്രി നിങ്ങളെ പൊതിഞ്ഞിരിക്കുകയാണ്, രാത്രിയുടെ ഇരുട്ട് നിങ്ങൾക്ക് മറയായിരിക്കുകയാണ്. ഫത്തഖിദൂഹു ജമലാ, ഈ ഇരുട്ടിനെ വാഹനമാക്കിയിട്ട് നിങ്ങൾ സഞ്ചരിക്കണം. ഓരോരുത്തരും വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് പോകണം. പോകുന്ന സമയത്ത് എന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും നിങ്ങൾ കൊണ്ടുപോകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുമ്പിൽ ഫത്ഹ് ചെയ്യാതിരിക്കില്ല, വിജയം നൽകാതിരിക്കില്ല. അതുവരെ നിങ്ങൾ കാത്തിരിക്കണേ. എന്തുകൊണ്ട്? ഫൽ ഖൗമു യത്ലുബൂനനി, ആളുകൾ തേടുന്നത് തന്നെയാണ്. ആളുകൾക്ക് ആവശ്യം, ശത്രുക്കൾക്ക് ആവശ്യം നിങ്ങളെയല്ല, എന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അവരൊറ്റ വാക്കിൽ പറഞ്ഞു, ലാ വല്ലാഹി ലാ നഫ്അലു ദാലിക അബദാ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അനബ്ഖാ ബഅദക യാ ഹുസൈൻ, അല്ലയോ ഹുസൈൻ എന്നവരെ, അങ്ങില്ലാതെ ഞങ്ങൾ ജീവിക്കുകയോ? അതൊരു വല്ലാത്ത ജീവിതമാണ്, അത് റബ്ബിന്റെ ശാപമുള്ള ജീവിതമാണ്. ഒരിക്കലും ഞങ്ങൾ അതിന് തയ്യാറല്ല. മഹാനായ ഹുസൈൻ തങ്ങളോടുകൂടെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നേരം പ്രഭാതമായി. അതാ ദാരുണമായ സംഭവം നടക്കാൻ പോവുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അതേ ഷഹാദത്ത് വരിക്കാൻ പോകുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഭക്ഷണമില്ല, വെള്ളമില്ല, പാലില്ലാതെ മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്. അക്കൂട്ടത്തിൽ മഹാനായ മുത്തു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി അലി അസ്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിഞ്ചോമനയാണ്. ആ ചോര പൈതലിനെ താങ്ങിയെടുത്തിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ മുൻപിലുള്ളവരോട് ചെന്നിട്ട് പറഞ്ഞു, യൂഫ്രട്ടീസിന്റെ തീരത്താണ് ഇഷ്ടാനുസരണം വെള്ളമുള്ള സ്ഥലമാണ്. ഒരിറ്റ് വെള്ളം, ഒരൽപ്പം വെള്ളം എന്റെ ഈ കുഞ്ഞിന് നിങ്ങളൊന്ന് നൽകുമോ? എന്റെ കുഞ്ഞിനോടെങ്കിലും നിങ്ങളൊന്ന് കരുണ കാണിക്കുമോ? നിങ്ങൾക്ക് ശത്രുത എന്നോടല്ലേ? പ്രിയപ്പെട്ടവരെ, വെള്ളം നൽകിയില്ലെന്ന് മാത്രമല്ല, അക്കൂട്ടത്തിൽ ദുഷ്ടനായ ഒരാള് മഹാനായ ഹുസൈനാരുടെ കയ്യിൽ കിടക്കുന്ന അലി അസ്കർ തങ്ങളുടെ കഴുത്തിലേക്ക് അമ്പെയ്യുകയാണ്. ആ പൊന്നുമോന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ കയ്യിൽ കിടന്നിട്ട് പിടഞ്ഞു മരിക്കുകയാണ്. ആ ഉപ്പാക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്.
കണ്ണീരോടുകൂടെ തന്റെ പൊന്നുമോനെ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ ആ പുന്നാര പേരമോനുണ്ടല്ലോ മഹാനായ ഹുസൈൻ തങ്ങള് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുന്ത ഹബസ്ത അന്നൻ നസ്റ മിനസ് സമാ. അല്ലാഹ്, ഈ ദാരുണമായ അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുകയല്ലേ, ഹബീബായ തങ്ങളെ പേരമക്കളല്ലയോ ഞങ്ങള്, എന്നിട്ടും നീ ഞങ്ങൾക്ക് നിന്റെ സഹായം, ആകാശത്ത് നിന്നുള്ള സഹായം തടഞ്ഞു വെക്കുകയാണെങ്കിൽ ഫജഅൽ ദാലിക ലിമാ ഹുവ ഖൈർ, അത് നാളെ ശുഹദാക്കൾക്ക്, രക്തസാക്ഷികളായ ആളുകൾക്ക് നീ നൽകുന്ന മഹത്തരമായ പ്രതിഫലമുണ്ടല്ലോ, ആ ഉന്നതമായ സ്ഥാനമുണ്ടല്ലോ, അതിനു വേണ്ടിയാവണേ റബ്ബേ. വന്തഖിം ലനാ മിൻ ഹൗലായിൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമകാരികളായ ആളുകളുണ്ടല്ലോ, ഇവരോട് ഞങ്ങളുടെ വിഷയത്തിൽ നീ നാളെ പകരം ചോദിക്കുക തന്നെ ചെയ്യണം റഹ്മാനെ. മഹാനായ ഹുസൈൻ തങ്ങൾ ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നെല്ലാം റബ്ബിലേക്ക് ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാ കടുത്ത ദുഃഖങ്ങളിലും എന്റെ അത്താണി നീ മാത്രമാണ്, ഏത് പ്രതിസന്ധിയിലും എന്റെ ഏക പ്രതീക്ഷ നീ മാത്രമാണ്, എന്നെ ബാധിക്കുന്ന ഏത് കാര്യത്തിലും എന്റെ കാര്യങ്ങൾ മുഴുവനും ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്. ഹൃദയങ്ങൾ തളർന്നു പോകുന്ന, പോംവഴികളില്ലാതെയായി പോകുന്ന, കൂട്ടുകാരും വേണ്ടപ്പെട്ടവരും മന്യരായി പോകുന്ന, ശത്രുക്കൾ ആർത്ത് ചിരിച്ച് ഉല്ലസിക്കുന്ന എത്രയെത്ര ഘട്ടങ്ങളിലാണ്, എത്രയെത്ര സന്ദർഭങ്ങളിലാണ് അല്ലാഹുവേ നിന്റെ സഹായം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പടച്ചവനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ പ്രയാസകരമായ പരീക്ഷണ ഘട്ടത്തിൽ നിന്നെ ഞങ്ങളെ ഭാരമേൽപ്പിക്കുകയാണ് റബ്ബേ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായ പ്രഖ്യാപനമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു അവിടുന്ന്. അത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ 72ഓളം വരുന്ന ആളുകൾ, അപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട്, സർവ്വ സൗകര്യങ്ങളുമുള്ള ആളുകൾ. ആ ആളുകളോട് ധീരമായി പോരടിക്കുകയാണ്. ആ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ ഉൾപ്പെടെ, അവിടുത്തെ പേരമക്കളുടെ മക്കൾ ഉൾപ്പെടെ 18ഓളം ആളുകൾ ആ കൊടും ചൂടിൽ യൂഫ്രട്ടീസിന്റെ തീരത്ത് രക്തസാക്ഷികളായി വീണു പോകുകയാണ്. അവസാനം ധീരമായ പോരാട്ടത്തിനോട് ഒടുവിൽ മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കർബലയിൽ ഷഹീദാവുകയാണ്. ആ കർബലയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുകയാണ്. ഈ വിവരം ഷഹീദായി എന്ന് മാത്രമല്ല, അവിടുത്തെ ഉടലും ശിരസും വെട്ടിയെടുത്തു. ബഹുമാനപ്പെട്ടവർക്ക് 2 മക്കാമാണ്. ഒന്നുള്ളത് കൈറോവിലാണ്. അന്ന് കൈറോ കേന്ദ്രീകരിച്ചിട്ട് ഈജിപ്തിന്റെ ഖദീമു കാഹിറ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യസീദ് ഭരണം നടത്തുന്നത്. ആ യസീദിന് കാഴ്ചയായി മുത്ത് റസൂലുള്ളാഹിന്റെ കവിൾത്തടം പതിഞ്ഞ ആ പരിശുദ്ധമായ ആ ശിരസ് കുന്തത്തിൽ നാട്ടിയിട്ട് കൊണ്ടുപോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഉടല് മറവ് ചെയ്തത് കർബലയിലുമാണ്. അതേ, ഈ സംഭവം ആ ഉടല് മറവ് ചെയ്തിട്ട് സ്ഥലയുമായിട്ട് ഇബ്നു സിയാദിന്റെ അടുക്കലേക്ക്, അഥവാ കൂഫയുടെ ഗവർണറുടെ അടുക്കലേക്കാണ് ആദ്യം ഉമർ ഇബ്നു സഅദ് പോകുന്നത്. അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ ബാക്കിയുള്ള കുടുംബങ്ങള്, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഇവിടെ പരമ്പര വായിച്ചപ്പോൾ വായിച്ചല്ലോ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അവരൊരിക്കലും അവർ രോഗിയായിരുന്നു, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ സൈനബ് ബിൻത് അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ അവരെ തടവിൽ പിടിച്ചിട്ട് ഇബ്നു സിയാദിന്റെ മുൻപിലേക്ക് കൊണ്ടുപോയി. ആ ഇബ്നു സിയാദ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആ കൈഫ റഅയ്ത സുൻ അല്ലാഹി ബി അഖീക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ സഹോദരനെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്ന് നീ കണ്ടില്ലയോ സൈനബേ എന്ന് ചോദിക്കും.
ചോദിക്കുന്നു പരിഹസിച്ചുകൊണ്ട്. ഉടൻ അവര് പറയുന്ന മറുപടി, എന്റെ റബ്ബ്, എന്റെ സഹോദരനെ കൊണ്ട് ഞങ്ങളുടെ റബ്ബ് പ്രവർത്തിച്ചത് ഹൗലായി മാ റഅയ്തു ഇല്ലാ ജമീലാ, വളരെ മനോഹരമായ കാഴ്ചയല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഹൗലായി ഖൗമുൻ കതബല്ലാഹു അലൈഹിമുൽ ഖത്ൽ, എന്റെ സഹോദരൻ ഹുസൈൻ ഉൾപ്പെടെ കർബലയിൽ ഷഹീദായ ആളുകൾക്ക് അല്ലാഹു രക്തസാക്ഷിത്വം നിശ്ചയിച്ചതാണ്. അവർക്ക് അവരുടെ ഉന്നതമായ സ്തോപാനങ്ങളിലേക്ക്, അവരുടെ സീറ്റുകളിലേക്ക് എത്തിപ്പോയി. പക്ഷേ ഇബ്നു സിയാദ് വസയജ്മഉല്ലാഹു ബൈനക വബൈനഹും ഫതുഹാജു വതുഹാസമു ഇൻഷാ അല്ലാഹ്. നാളെ മഹ്ശറിൽ എന്റെ സഹോദരനായ ഹുസൈന് നിന്റെ കൽപ്പന പ്രകാരം, നിന്റെ അപ്പോസ്തലനായ യസീദിന്റെ കൽപ്പന പ്രകാരം നിങ്ങൾ കൊന്നുകളഞ്ഞ എന്റെ ഹുസൈനില്ലേ, അവിടുത്തെ പുന്നാര മക്കളില്ലേ, മുൻപ് യസീദിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, നിനക്ക് സമ്മാനങ്ങൾ നൽകിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വശീകരിച്ചിട്ട് വിഷം കൊടുത്തിട്ടാണ് ഹസൻ തങ്ങളെ കൊല ചെയ്യുന്നത്. അതെ, അവരൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ മഹ്ശറയിൽ വെച്ച് പരസ്പരം കാണും. ഇബ്നു സിയാദ് ആ സമയത്ത് പരസ്പരം തീർച്ചയായും അവനവന്റെ ന്യായങ്ങൾ നിരത്തപ്പെടുമ്പോൾ ആ ദിവസം ആർക്കായിരിക്കും വിജയമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹു സങ്കടമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ഈമാനിന്റെ ധീരതയും കൊണ്ട് ഇബ്നു സിയാദിന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെ, ഈ വേദനാജനകമായ സംഭവം നടന്നത് ഈ മുഹറം 10-ലാണ്. ഈ മഹാന്മാരെ നമ്മൾ സ്മരിക്കണം, ഈ മഹാന്മാരുടെ പാത നമ്മൾ പിന്തുടരണം. അവര് ഹക്കിന് വേണ്ടി നിലകൊണ്ടവരാണ്, നീതിക്ക് വേണ്ടി നിലകൊണ്ടവരാണ്. ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയും സുഖലോലുപതയ്ക്ക് വേണ്ടിയുമായിരുന്നെങ്കിൽ അവരൊന്നും ചരിത്രത്തിലെ ഷഹാദത്തിന്റെ പേരിൽ സ്ഥാനം പിടിക്കില്ലായിരുന്നു. അതേ, അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ തന്നെ ഈ സംഭവം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ ഈ സംഭവം മനസ്സിലാക്കിയിട്ടുണ്ട്. കർബലയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ഉമ്മു സലമയുടെ വീട്ടിലിരിക്കുമ്പോൾ കാന റസൂലുള്ളാഹി ജാലിസൻ ദാത യൗമിൻ ഫീ ബൈതി, ഒരു ദിവസം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫദഖലൽ ഹുസൈൻ, ഹുസൈൻ തങ്ങൾ ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങോട്ട് വന്നു വീട്ടിലേക്ക്. ഫജഅല യൻഖുറു അലാ ബത്നിഹി, ആ നുബുവത്തിന്റെ സീല് പതിച്ച ശരീരത്തിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കയറിയിരുന്ന് കളിക്കുകയാണ്. ആ ഉടനെ തന്നെ ഫബക്കാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കരയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, മായുബ്കീക്, എന്തിനാ അങ്ങ് കരഞ്ഞത്? അവിടെന്ന് പറയാണ്, അല്ലയോ ഉമ്മു സലമ, ഇന്നൽ മലക ജാഅനി ഇദാ മുഖറബുൽ അംലാക് മലക് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇന്ന ഉമ്മത്തക സതഖ്തുലു ഹാദ ബിനക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സമുദായം അങ്ങയുടെ ഈ പൊന്നുമോനെ കൊല്ലുന്നൊരു ദിവസം വരാനുണ്ട്. വാതാനി ബിതുർബത്തിൻ ബിതുർബത്തിഹി ഹൽറാ, ഇദാ ജിബ്രീൽ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് ഹുസൈനാരുടെ രക്തം പുരണ്ട ചുവന്ന മണ്ണാണ്, ചുവന്ന കളറുള്ള മണ്ണാണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കർബല നടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആരാണ് സ്വപ്നത്തിൽ വരുന്നത്? റഅയ്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം ബിനിസ്ഫിൻ നഹാർ, പകലിന്റെ മധ്യത്തിലാണ് നബി തങ്ങൾ ഉള്ളത്. അശ്ഗസാഗ്ബർ, അവിടുത്തെ മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്നിട്ടുണ്ട്. ശരീരത്തിൽ മാസകലം മുഴുവനും പൊടിയാണ്. മഅഹു ഖാറൂറത്തും ഫീഹാ ദമും യൽതഖിതുഹു, റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്. ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ബ്ലഡ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് നബി തങ്ങള്.
അപ്പോൾ ഞാൻ ചോദിച്ചു, മഹാദാ യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ഇതെന്താണ്? അവിടുന്ന് എന്നോട് പറഞ്ഞു, ദമുൽ ഹുസൈൻ വസ്വഹാബി, ഇതെന്റെ ഹുസൈനിന്റെ രക്തമാണ്, കൂട്ടുകാർ ഹുസൈനിന്റെ മക്കളും അതുപോലെ തന്നെ അനുയായികളുമായ ആളുകളുടെ രക്തമാണ്. ഞാനിതാ ഇന്ന് പ്രഭാതം മുതൽ ഇത് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സ്വപ്നത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്ത് റസൂലുള്ള പറയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്നം കാണുന്ന അതേ സമയത്താണ് കർബലയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അവർ വേർപ്പെടുത്തുന്നത്. ഇതേ നിലക്ക് ഉമ്മു സലമ ബീവിക്കും അനുഭവമുണ്ട്. അവർ ഉറങ്ങുമ്പോ കരഞ്ഞുകൊണ്ട് ഉണർന്നു. എന്താണ് നിങ്ങൾ ഉണർന്നത്, കരയുന്നത്? അപ്പോൾ പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹ്, ഞാൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. വഅലാ റഅസിഹി വലിഹിയതിഹി തുറാബ്, അവിടുത്തെ താടിയിൽ മണ്ണുണ്ട്, തലയിലൊക്കെ മണ്ണുണ്ട്. നബി തങ്ങള് ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാലക യാ റസൂലല്ലാഹ്, മാലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങക്ക് എന്താ സംഭവിച്ചു പോയത്? വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ. അവിടെന്ന് പറഞ്ഞു, അല്ലയോ ഉമ്മു സലമ, ശഹിത്തു ഖത്തലൽ ഹുസൈൻ, ശഹിത്തു ഖത്തലൽ ഹുസൈനി ആനിഫാ, അൽ ഹുസൈന ആനിഫാ, ഹുസൈനന്റെ പൊന്നുമോന് ഹുസൈനെ എന്റെ സമുദായം കൊല്ലുന്നതിന് ഞാനിതാ ഇപ്പൊ സാക്ഷ്യം വഹിച്ചു വരികയാണ്, സാക്ഷിയായി വരികയാണ്. പ്രിയപ്പെട്ടവരെ, വേദനാജനകമായ, നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട, കൂടുതൽ പഠിക്കേണ്ട ദാരുണമായ ഒരു സംഭവമാണിത്. ഇതൊരിക്കലും നമ്മൾ മറന്നു കളയരുത്. മുഹറമിന്റെ മഹത്വം കേൾക്കുന്നിടത്ത് ഈ അഹ്ലു ബൈത്തിന്റെ നായകരെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. അവരെ കുറിച്ചൊരു ഫാത്തിഹ കൊണ്ട് ദിവസവും ഒരു ബന്ധം നമുക്ക് വേണം. എന്തുകൊണ്ട് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുണ്ടല്ലോ, അവര് മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോവരുത്. ബല്ലഹിയാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ, നാളെ തന്റെ പൊന്നു മക്കളെ വാരിപ്പുണർന്നിട്ട് മഹാനായ ഹുസൈൻ തങ്ങൾ മഹ്ശറയിൽ വന്നിട്ട് സിറാത്ത് വിട്ട് കിടക്കുമ്പോ അവരെ പറഞ്ഞതിന്റെ പേരിൽ, അവരെ കേട്ടതിന്റെ പേരിൽ ഈ പാപികളായ ദോഷികളായ നമ്മളും ആ കൂട്ടത്തിൽ അവരെ കൂടെ പോവാൻ യോഗ്യതയുള്ളവരായി തീരുക എന്നതാണ് ഇതുകൊണ്ട് ഹബീബിങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പലരും ഇത് പറയാൻ മടിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് കത്തുകൾ അയച്ചിട്ട് വിളിച്ചു വരുത്തി ചതിച്ച ആളുകളില്ലേ, ആ ആളുകളുടെ പിന്തലമുറക്കാർ പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആ ഇഷ്ടം ആദരവ് ആരാധനയിലേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഉൾപ്പെടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടെ മഹാന്മാരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായ സ്നേഹം, ഒരു കപടതയോട് ചേർത്തി വെക്കപ്പെട്ട സ്നേഹം, ആ സ്നേഹം ഒരു വിശ്വാസധാരയായി ലോകത്ത് രൂപപ്പെടുകയാണ്. അപ്പോൾ ഹുസൈൻ തങ്ങളെ പറഞ്ഞാൽ, ഹുസൈൻ തങ്ങളെ ആ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ കഥ കേട്ടു പോയാൽ ആ വിഭാഗത്തിലേക്കെങ്ങാനും ചേർത്താൻ ആളുകൾ ഉണ്ടാകുമോ, പെട്ടുപോകുമോ എന്ന ഭയമാണ് പലരും ഇത് പറയാനും കേൾക്കാനും മടിക്കുന്നത്. എങ്കിൽ നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ചത്, അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അഹ്ലു ബൈത്തിനോട്, ഹുസൈൻ തങ്ങളോട് ഉള്ള ഇഷ്ടം അതാണ് നമ്മുടെ തെറ്റെങ്കിൽ, അത് നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് നമുക്ക് പശ്ചാത്താപമില്ലെന്ന് പറഞ്ഞില്ലേ? വലൗകാന ദംബി ഹുബ്ബ ആലി മുഹമ്മദി ഫദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു. അതെ, എന്റെ ഹബീബിന്റെ മക്കളെ ഇഷ്ടപ്പെടുന്നതാണ്, പേരമക്കളെ ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ചെയ്ത തെറ്റ് എങ്കിൽ, ചെയ്യുന്ന തെറ്റ് എങ്കിൽ ആ തെറ്റിന് തൗബയില്ല, ഞാൻ ഒരിക്കലും തൗബ ചെയ്യില്ലെന്ന് പറഞ്ഞത് മഹാനായ ഇമാമുന ശാഫി തങ്ങളാണ്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അവർ കണ്ണീരോടുകൂടെ ഇതിനെതിരെ പ്രതികരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വരികളാണ് നേരത്തെ നമ്മൾ കേട്ടത്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക്
പോകുന്നില്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അന്ന് ജീവിക്കുന്നുണ്ട് ബസറയിൽ. അവര് പറഞ്ഞത്, ഇതിനേക്കാൾ ഈ ഉമ്മത്തിന് എന്ത് അപമാനമാണ് ഉണ്ടാവാനുള്ളത്? ഈ ഉമ്മത്തിന് ഇതിനേക്കാൾ ഇനി എന്ത് അപമാനമാണ് ഉണ്ടാവാറുള്ളത്? ഏതാണ് ഈ ഉമ്മത്ത്? സ്വന്തം പ്രവാചകന്റെ പേരമക്കളെ കൊന്നുകളഞ്ഞവരാണ്. അതേ പ്രിയപ്പെട്ടവരെ, കർബല ജ്വലിച്ചു നിൽക്കുകയാണ്, അത് പ്രോജ്വലിച്ചു നിൽക്കുകയാണ്. മഹാനായ ഹുസൈൻ തങ്ങളും അവിടുത്തെ പേരമക്കളും അവിടുന്ന് ഷഹീദായവരും മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങളെ പിന്തുടർന്നുകൊണ്ട്, ഹസൻ തങ്ങളുടെ മോനായ ബഹുമാനപ്പെട്ട ഹസനുൽ മുസന്ന തങ്ങളെ പിന്തുടർന്നുകൊണ്ട് വന്നയാളുകൾ അവർ തലയുയർത്തി നിൽക്കുകയാണ്. എന്നല്ല അവർക്ക് മാത്രമാണ് ആത്മാഭിമാനമുള്ളത്, അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കുമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك